പുറത്തിറങ്ങിക്കഴിഞ്ഞ അനുമോളെ ഞാൻ അങ്ങോട്ട് പണിയും. നമ്മുടെ അപ്പാനി പറയുന്ന ഡയലോഗാണ്. പുറത്ത് തനിക്ക് നല്ല ചീത്തപ്പേരാണെന്ന് മനസ്സിലാക്കിയ അപ്പാനി ഇന്നലെ പാതിരാത്രിക്ക് കുത്തിയിരുന്ന് കിട്ടിയ ചീത്തപ്പേരൊക്കെ ഒന്ന് മാറ്റി നല്ല കുഞ്ഞാണ് ഞാൻ എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെട്ടുള്ള ഒരു വെളുപ്പീര് നാടകം നടന്നിട്ടുണ്ടേ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ അപ്പാനി ഇന്നലെ നമ്മുടെ ജിഷിനെയും ആര്യനെയും അതുപോലെ പ്രവീണില്ലേ നമ്മുടെ വൈൽഡ് കാർഡ്, ജിഷിനെ പോലെ തന്നെ വൈൽഡ് കാർഡിൽ വന്ന പ്രവീൺ, ഇവരെ 4 പേരെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് അപ്പാനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളമ്പുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയുന്നത് അനുമോളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് അനുമോൾക്ക് ഇനി അപ്പാനി കാരണം ഈ അപ്പാനി ഒരു കണ്ടന്റ് കൊടുക്കത്തില്ല, അപ്പാനിയെ വെച്ചിട്ട് അനുമോളുടെ ഒരു കണ്ടന്റ് ഇവിടെ പുറത്തു പോകത്തില്ല എന്നൊക്കെ നമ്മുടെ അപ്പാനി ചേട്ടൻ വലിയ വീരവാദം മുഴക്കുന്നത് കണ്ടു. ഇത് എന്ന് ഓർത്താൽ മതി. ഇത് ഓർക്കാൻ അല്ലെങ്കിൽ ഇതിപ്പം അപ്പാനി ചേട്ടൻ പറയാനുള്ളൊരു കാരണം നിങ്ങൾ കണ്ടല്ലോ. ഇന്നലെ ബിഗ് ബോസ് മറ്റേ പറഞ്ഞു അനുമോക്ക് അത്യാവശ്യം നല്ല നല്ല എന്താണ് ഒരു പുറത്ത് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് അപ്പാനിക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് മറ്റേ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് അനുമോളെ തന്നെ, അല്ലെങ്കിൽ അത് പായസം ഉണ്ടാക്കുക എന്ന് അനുമോള് ഉറപ്പിച്ചതാണ്, പക്ഷെ ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ എന്താണ് ഓണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു എന്താണ് എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ സെലക്ട് ചെയ്ത അനുമോളയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അപ്പാനിയുടെയൊക്കെ കിളി പോയി. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതായത് നല്ല ഫാൻ ബേസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അപ്പാനി ഇങ്ങനെ ഒരു ഡയലോഗ് ഇന്നലെ രാത്രി അടിച്ച് ഇനിയിപ്പം ഈ കവളത്ത് അവൾ അടിച്ചാൽ ഈ കവളും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് അപ്പാനി പറയുന്നത്. കാരണം പുള്ളി കാരണം ഒരു കണ്ടന്റ് ഇനി വെളി പോകണ്ട എന്നൊക്കെയാണ് അപ്പാനി മറ്റേ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നത്. കണ്ടാൽ മതി ഇതൊക്കെ. 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നിട്ട് വീണ്ടും ആ പെണ്ണിന്റെ പുറകെ പോയി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അധികം നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബിഗ് ബോസ് എന്തായാലും ഒരു ഹിന്റ് ഇട്ട് കൊടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളെ ഇങ്ങനെ ആൾക്കാർക്ക് അനുമോളെ ഇഷ്ടമാണെന്ന് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തത്. എൻ്റെ ഒരു സംശയമാണത്. കാരണം അതുകൊണ്ട് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ അപ്പാനിക്കാണെങ്കിലും അക്ബറിനാണെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഈ അപ്പാനി തന്നെ പറയുന്നുണ്ട്, ഞാൻ അനുമോളുടെ പുറകെ പോയി ഒച്ചയും ബഹളം ഉണ്ടാക്കാനൊന്നും ഞാനൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ സൈലന്റ് ആയിട്ട് ഒതുങ്ങി എന്നൊക്കെ അപ്പാനി പറയുന്നത് കേട്ടു. അപ്പാനി ഇന്ന് വഴക്കുണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇന്ന് പോയത് മൊത്തം നമ്മുടെ ലക്ഷ്മിയുടെ പുറകെയും പിന്നെ വൈകുന്നേരം മസ്താനിയുടെ പുറകെയൊക്കെയാണ്. അനുമോളുടെ പുറകെ അങ്ങനെ പോയിട്ടില്ല. നമുക്ക് നോക്കാം എത്ര ദിവസം ഇങ്ങനെ അപ്പാനി മിണ്ടാതിരിക്കുമെന്ന്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പാനി തന്നെ പറയുന്നുണ്ട്, പുറത്ത് ഞാൻ മോശക്കാരനായിരിക്കും, എന്നെ മറ്റേ വഞ്ചകനായിട്ടും പിന്നെ തെറി പറയുന്ന ഒരാളായിട്ടൊക്കെ ആയിരിക്കും ജനങ്ങൾ കാണുന്നത്. അപ്പാനിക്ക് ഏതാണ്ട് കാര്യം കത്തിയിട്ടുണ്ട്. ഏത് പിടികിട്ടിയില്ലേ? അപ്പാനി അതൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് പറയുന്നുണ്ട്. പറയട്ടെ, ആൾക്കാരൊക്കെ പറയട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാനായിട്ട് തന്നെ നിൽക്കും. ഈ ഞാനായിട്ട് നിൽക്കുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത. ഈ തനിക്കുണം ഇതാണെന്ന് മനസ്സിലായി, പിടികിട്ടിയില്ലേ? എത്ര ഗെയിമാണെന്ന് പറഞ്ഞാലും ഗെയിമിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകുമല്ലോ. ഇപ്പം അനുമോൾക്ക് പറ്റുന്ന കണക്ക് അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ ഡെയിലി കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു സൈഡിൽ കൂടെ അനുമോൾ എന്താണെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ കുലസ്ത്രീ ഉണ്ട്, അതും പുറത്തേക്ക് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അപ്പാനിയുടെ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയി പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പാനി ഇപ്പം നോക്കുന്നത് ഞങ്ങൾക്ക്, അതായത് ജനങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് ഞാൻ, പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും, നമുക്ക് കാണിച്ചു തരുക ഞാൻ വളരെ ജെന്യുവനായിട്ടൊരാളാണ്, ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ തെറ്റുകൾ അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല വേറൊന്നും അല്ലെന്ന് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അവരുടെ കഥയിലേക്ക് വരാം, വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ നേരെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ബിന്നി, റെനക്കൊച്ച്, നൂറ ഇവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ റെനക്കൊച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ പുറത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീവീടിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു കൊച്ച്, വെറുപ്പീരാണ് ഈ കൊച്ച് എന്നൊക്കെ ആയിരിക്കും പുറത്ത് ആളുകൾ പറയുന്നത് എന്നൊരു കാര്യം റെന പറയുന്നത് ഞാൻ കേട്ടു. അപ്പം എനിക്കൊരു സംശയം വന്നു, ഈ അപ്പാനിയാണെങ്കിലും റെനയാണെങ്കിലും പ്രോപ്പറായിട്ട് പുറത്ത് ജനങ്ങൾ ഇവരെ പറ്റി പറയുന്നത് എങ്ങനെ അകത്തിരുന്നറിഞ്ഞു? അല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റെന ഈ മറ്റേ ചീവീട് പോലത്തെ ഐറ്റമാണ്, വെറുപ്പീരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നല്ല ഒന്നാന്തരം വൃത്തികെട്ടവനാണ്, വായിന്ന് വരുന്നത് മൊത്തം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ കറക്റ്റായിട്ട് അകത്തിരിക്കുന്നവർക്ക് കിട്ടി? കയറി ചെന്ന വൈൽഡ് കാർഡ്സ് ആരോ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മസ്താനിയൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അനുമോളുടെ കേസൊക്കെ.
അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംശയം എനിക്ക് നല്ല രീതിയിൽ വന്നു. പിന്നെ അപ്പാനിയുടെ അടുക്കിലോട്ട് പോവുകയാണെങ്കിൽ അപ്പാനി പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇന്ന് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അതിനെപ്പറ്റി. പിന്നെ ട്രെയിനിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ പോലും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. എല്ലാ സ്റ്റേജും ലൈഫിൽ അനുഭവിച്ച ഒരാളാണ്. നമുക്ക് സഹതാപം തോന്നണം, അതിനുവേണ്ടി ഇരുന്ന് കഥ പറയുക. പിന്നെ വേറൊരു ചെറ്റത്തരം പറയുന്നുണ്ട് ഇവൻ. അത് വേറൊന്നുമല്ല, ഇവൻ നല്ല രീതിയിലാണ് എന്നെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ആദ്യത്തെ അച്ഛൻ മരിച്ചുപോയി, ഇപ്പം രണ്ടാം അച്ഛനെങ്ങാണ്ടാണ് അപ്പാനിയെ നോക്കുന്നത്. അപ്പോൾ ആ രണ്ടാനച്ഛൻ പണ്ട് ചെറുപ്പത്തിൽ അക്ഷരം എന്തോ തെറ്റിയെന്ന് പറഞ്ഞ് അപ്പാനിയുടെ കൈ പിടിച്ച് സിമൻറ്റ് തറയിൽ ഒരപ്പിച്ചു. അപ്പം അതിനെപ്പറ്റിയൊക്കെ അപ്പാനി പറയുന്നുണ്ട്. എന്നിട്ട് അപ്പാനി തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതകഥയിൽ ഈ സാധനമൊക്കെ അങ്ങ് പറയാലോ, പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ നെഗറ്റീവായി കാണിക്കുന്ന കണക്കല്ലേ. എന്നെ നല്ല രീതിയിൽ നോക്കിയ ഒരു അച്ഛനാണ് ഇപ്പോൾ ഉള്ളത്. ചെറുപ്പത്തിൽ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നെ ഒരു കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ എന്നെ വളർത്തിയതാണ് ആ മനുഷ്യൻ. എനിക്ക് ആ സ്നേഹമുണ്ട് ആ മനുഷ്യനോട്. പക്ഷേ ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജീവിതകഥ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ജനങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റല്ലേ എന്നൊക്കെ അപ്പാനി പറയുന്നത് കേട്ടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് വന്നു, ചേട്ടാ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ ജനങ്ങളോടല്ലേ അവൻ ഈ പറയുന്നത്? നമ്മളെല്ലാവരും അറിഞ്ഞില്ലേ ഇത്? പിന്നെ അവന്റെ ജീവിതകഥ എവിടെ പറയുന്ന കാര്യം? മറ്റേ ആ ഒരു എന്താണ് ടാസ്ക് പോലെ ഉണ്ടല്ലോ, മറ്റേ ജീവിത കഥയെ പറ്റി പറയുന്നത്. ഓക്കെ, അവിടെ അവൻ പറഞ്ഞില്ല. പക്ഷെ ഈ പാതിരാത്രിയിൽ ഇവനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പം ആ അച്ഛനിട്ട് നല്ല കുത്തല്ലേ ഇവൻ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ സിമന്റ് തറയിലെ ചെറുപ്പത്തിൽ അവന്റെ കൈ ഉറപ്പിച്ച കഥയൊക്കെ ഇവൻ പറഞ്ഞല്ലോ. അയാളെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചല്ലോ നാട്ടുകാരുടെ മുമ്പിൽ. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് ഇവൻ സെൻറ്റി അടിക്കുക. ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ. അല്ല, ഇവന് തീരെ വെളിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെളുപ്പിക്കണം, അവനെ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വെളുപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം മനസ്സിലായി കഴിഞ്ഞു. അപ്പാനിക്കാണെങ്കിലും റെനയ്ക്കാണെങ്കിലും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. നല്ല രീതിയിൽ അവർക്ക് നെഗറ്റീവ് ഇമേജ് ആണ് പുറത്ത് എന്നുള്ളൊരു കാര്യം. പിന്നെ അപ്പാനി കാരണമാണ് അനുമോൾക്ക് ഇത്രയും ചിലപ്പോൾ ഒരു കോണ്ടന്റുകൾ കിട്ടുന്നത് പോലും. ആ ഒരു സാധനമൊക്കെ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണാം. ചിലപ്പം എനിക്ക് തോന്നുന്നു മസ്താനി ആണെങ്കിൽ പോലും. അതുകൊണ്ടായിരിക്കും മസ്താനി പിന്നെ ലക്ഷ്മി, അവരെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നല്ല രീതി എല്ലാത്തിനെയും ചൊറിയുക, തമ്മി തല്ലിക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക. ആ ഒരു സാധനം അവരുടെ ഉള്ളിലുണ്ട്. അവരിത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം നമ്മുടെ ആര്യൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും എടുത്ത് ചുരുട്ടിക്കൂട്ടി താഴെയൊക്കെ ഇട്ടത് അറിയാം, അത് കണ്ടന്റ് ആവും. അതിനുശേഷം ആര്യൻ മറ്റേ കുത്തിത്തിരിപ്പുമായിട്ട്, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പെന്ന് പറയുന്നില്ല, ആര്യൻ്റെ അടുത്ത ചൊറിച്ചിലുമായിട്ട് ആര്യൻ ഇറങ്ങും. ഇതൊക്കെ ലക്ഷ്മിക്കും അറിയാം. സോ അവരുടെ കണ്ടന്റുകൾ പുറത്തേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? ഇപ്പം അപ്പാനി ആണെങ്കിലും ചെയ്യുന്നത് അനുവിനെ വിട്ടു, അനുമോളെ വിട്ടിട്ട് നേരെ മസ്താനിയുടെയും ലക്ഷ്മിയുടെയും പുറകെ പോട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ പോട്ടെ. അപ്പുറത്തെ സൈഡിൽ കൂടെ അനുവിന് വേണ്ട കണ്ടന്റ് അനുവിന് എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അറിയാം. അനു കണ്ടന്റ് ഉണ്ടായിക്കോളും. അത് ഏത് വിധേനയും അനു ഉണ്ടാക്കും. ഇപ്പം അപ്പാനി അക്ബർ പോയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ശൈത്യം ഉള്ളിടത്തോളം കാലം ശൈത്യയും ആതിരയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നോളും. അനുവിന് വേണ്ട സാധനം അനുവിന് കിട്ടും. ഇനി ആതിരയും ശൈത്യമൊന്നും ഇല്ലെങ്കിൽ അനുവിനറിയാം അടുത്ത ആളുടെ ഒക്കെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാൻ. ഞാൻ ഒരിക്കലും ആ കുത്തിത്തിരിപ്പിനെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഷീ നീഡ്സ് കണ്ടന്റ്. അവളതുണ്ടാക്കും. അതാണല്ലോ ഗെയിം. അത് അനുമോള് നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ അപ്പാനി ആണെങ്കിലും ശരി, അക്ബർ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കട്ടെ. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവന്മാർ പോകുന്നതും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇവന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് അപ്പാനിയുടെ ഇന്നലെ നമ്മൾ കേട്ടതാണ്, അനുമോളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് വെറുപ്പാവും അപ്പാനി. അത് ഇവന്മാരൊന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കണ്ടന്റ് ഉണ്ടാക്കി പോവുകയാണെങ്കിൽ രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ. പിന്നെ മറ്റേ ഞാൻ ഓൾറെഡി നമ്മുടെ ലൈവിൻ്റെ അല്ല എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ പറഞ്ഞതാണ്, പാതിരാത്രി മറ്റേ പാത്രം ഒന്നും കഴുകിയിടാത്തതിൻ്റെ പേരിലൊക്കെ അവിടെ നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് അപ്പാനിയുടെ ചില പരിപാടികൾ ഒന്ന് നോട്ടീസ് ചെയ്ത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കള്ളനാണ് അവൻ, കുത്തിയിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ അനുമോളിനെടുക്കാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്നത് പേടിച്ച്, ഇനി പോയി കഴിഞ്ഞാൽ തീരും, ഒരാഴ്ച പോലും നിൽക്കത്തില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ പാതിരാത്രിയിൽ ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. ഇനിയും ബാക്കിയുള്ള ലൈവ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.